ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ 2 കപ്പ് ബിരിയാണി അരി എടുത്തിട്ടുണ്ട്. ജീരകശാല ബിരിയാണി അരിയാണ്. ഏത് ബിരിയാണി അരി ആയാലും കുഴപ്പമില്ല. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ റെസിപ്പി ഇഷ്ടമാവും. അപ്പോൾ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 5 ഏലക്ക ഒന്നിട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു സവാളയും കൂടെ ഇട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ സവാള റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ളതിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കപ്പാണ്. ബാക്കി 1.5 കപ്പ് ഒരു മുഴുവനായിട്ടുള്ള തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് പാലെടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. 1.5 കപ്പ് തന്നെ തേങ്ങാപ്പാലാണ്, ഒരു തേങ്ങയുടെ പാലാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ അരി ഇട്ട് കൊടുക്കുക കേട്ടോ. 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരെ ആകുമ്പോൾ കറക്റ്റ് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഞാനിവിടെ 5 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചുകൊണ്ട് ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കുക. എന്നിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഇതൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ തിളപ്പിച്ചാൽ മെൽറ്റായും. ഇനി അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുക്കറിൻ്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്യുക. 2 വിസിലിൽ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ശർക്കര ഒഴിച്ച് കൊടുക്കുക. ശർക്കര ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുക്കണം. ശർക്കരയും റൈസും ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരാൾ സ്മെല്ലെന്താ ചോദിച്ച് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ക്യാഷും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 15 ക്യാഷുമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതൊന്ന് ഒന്ന് വറുത്ത് കോരിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതുണ്ടല്ലോ 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ. നെയ്യോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി ഒന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ടേസ്റ്റ്. ചൂടോടെ അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. സംഭവം സെറ്റായിട്ടുണ്ട്. എന്തായാലും ഒരു പ്രാവശ്യം എപ്പോഴെങ്കിലും ഒന്നുണ്ടാക്കി നോക്കൊണ്ടു. എന്തായാലും കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി സെർവ് ചെയ്യലാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ചായയും ഒരു പപ്പടമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.